ഇന്നലെ ഞാൻ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു ഞാൻ മത്സരത്തിനില്ല എന്ന്. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ചു, ഞാൻ നന്നായിട്ട് തന്നെ മത്സരിക്കും. ഐശ്വര്യയുടെ ക്ഷമ പറിച്ചില്ലല്ല, എന്റെ ജയമാണ് എനിക്ക് ആവശ്യം. ഞാൻ ഈ മത്സരത്തിൽ നന്നായിട്ട് മത്സരിക്കും, ജയിക്കും. ഞാൻ വൈസ് ചെയർപേഴ്സൺ ആവുകയും ചെയ്യും. ഗുഡ്. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അങ്ങോട്ട് ചെന്ന് കാണണോ? പക്ഷെ കാര്യങ്ങൾ ഏതവസ്ഥയിലാവുമെന്ന് പറയാനും പറ്റില്ല. സ്റ്റാഫിൽ അധികാരം കാണിക്കുന്നത് അവരിൽ അകൽച്ചയെ ഉണ്ടാക്കത്തുള്ളൂ. എന്താ എടുത്തി അമൃത? അച്ഛാ ഒക്കെ എന്ത് പറ്റി? അമൃത എടുത്തേ, ഏട്ടാ വാ. എടുത്തേ. ഒക്കെ എന്ത് പറ്റി? എടുത്ത് നിക്ക്. അമൃത എന്താ ചോദിക്കട്ടെ? എന്താ എന്താ അല്ല അത് എന്താ എടുത്തി? എന്താ അമൃത? എന്താ? ഏയ് ഒന്നുമില്ല. അമൃതയ്ക്ക് ഇത് എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല അച്ഛാ. അമൃത നീ ഇത് ആരെയും നോക്കുന്നേ? എന്താ എടുത്തി? എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. എന്താ എന്താ എടുത്തി? എടുത്തി എന്താണെങ്കിലും പറയേ. ഇത് അവളാണോ? മോളെ കാര്യം എന്താണെന്ന് പറയേ. ഒന്നുമില്ല. പോയിട്ട് എന്തായി മോളെ? അവനെ കണ്ടോ? കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അമ്മ ഞാൻ എന്റെ ക്ഷീണം ഒന്ന് മാറ്റിക്കോട്ടെ. എനിക്കൊന്ന് സമാധാനം താ. നിനക്കെന്ത് സമാധാനക്കേട്? സമാധാനം പോയി കിടക്കുന്നത് എനിക്കല്ലേ? നീ കാര്യം പറ. അവനെ കണ്ടോ? നിനക്കവിടെ ജോലി തരാമെന്ന് പറഞ്ഞോ? ഓഫീസില് ഇന്ന് എന്തൊക്കെയോ തിരക്കായിരുന്നു, കാണാൻ പറ്റിയില്ല. നീ മനഃപൂർവ്വം കാണാത്തതാ. നിന്നെ ഉന്തിത്തള്ളി പറഞ്ഞയച്ചതല്ലേ. ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി എവിടെ പോയി നിന്നിട്ട് അവളിങ്ങ് തിരിച്ചു വന്നിരിക്കേ. വേണ്ട, ഞാൻ പോവാ. ഞാൻ പോയി പറയാം. ഞാൻ പറയാം അവന്റെ അച്ഛനോട്. എന്റെ മോൾക്കും കൂടി അവകാശപ്പെട്ടതാ ഈ കമ്പനിന്ന്. ഒരു ജോലിയെങ്കിലും കൊടുക്കാൻ പറയാൻ ഞാൻ. മാറങ്ങോട്ടെ. അമ്മേ വേണ്ട, ഞാൻ തന്നെ ചെന്ന് കാണാം. കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ. നീ വിടശ്വതി. കടം വാങ്ങിയും പലിശക്കെടുത്ത് നാണം കെട്ടു. മറ്റന്നാൾ കറണ്ട് ചാർജ് അടയ്ക്കണം. ശിവന്റെ പലിശക്കാശ് കൊടുക്കണം. എന്ത് ചെയ്യും? ആരോട് കൈ നീട്ടും? നീയേ ആ മോതിരങ്ങ് തന്നെ. ഇത് കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ ചെയ്യാം. അമ്മേ ആ മോതിരം തിരിച്ചു തന്നെ. അത്യാവശ്യം വിലയുള്ളതാ. സമ്മാനമായിട്ടോ ഓർമ്മയ്ക്കോ കിട്ടിയതല്ലോ. രക്തം കൊടുത്തതിന്റെ വിലയല്ലേ. ഓ നെഗറ്റീവ്. കിട്ടാത്ത ഗ്രൂപ്പാ. സത്യത്തിലേ ഈ കാശ് പോരാ. ഇത് ഞാൻ കൊണ്ടുപോയി പണയം വെച്ചിട്ട് വരാം. അമ്മേ എന്റെ കൺട്രോൾ പോവാട്ടോ. ആ മോതിരം തരാനാ പറഞ്ഞേ. നീ ഒരു കാര്യം ചെയ്.
ഒരു കുപ്പി വിഷം വാങ്ങിത്താ. ഒരു ദിവസം 3 പേർക്കും കൂടി അങ്ങ് കുടിക്കാം. പക്ഷെ ശ്രീകുട്ടി എവിടെ ഇട്ടേക്കരുത്. അവളെ കൂടെ കൊണ്ടുപോണം. നിനക്ക് പറ്റിയ ചതി അവൾക്ക് പറ്റാൻ പാടില്ലല്ലോ. 3 പേർക്കും കൂടി ഒരു ദിവസം അങ്ങ് ഒടുങ്ങാം. എന്തിനാ മോളെ നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നാളെ കുറിച്ച് എന്ത് പ്രതീക്ഷയാ നമുക്കുള്ളത്? ശ്രീകുട്ടിയുടെ ഭാവി ആലോചിച്ചിട്ട് അവള് മുതിർന്നു തുടങ്ങുമ്പോ അച്ഛനെ കുറിച്ച് അന്വേഷിക്കും. അവളുടെ കൂട്ടുകാരെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോ അവൾ എന്ത് മറുപടി പറയും? അമ്മ വിഷമിക്കാതെ. നമ്മള് ഇതുവരെ ജീവിച്ചില്ലേ, ഇനി നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ഒരു ചിട്ടിയിൽ ചേർന്നതിന്റെ കുറച്ച് പൈസ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അതുകൊണ്ട് തൽക്കാലം കുറച്ച് കടം വീട്ടാം. എനിക്ക് വേറൊരു കടം കൂടി വീട്ടാനുണ്ട്. അതിന് കുറച്ച് പണം മാറ്റി വെക്കണം. അമ്മ വിഷമിക്കാതെ. എന്തായാലും ഞാൻ അഭിമാനം വിട്ട് ആനന്ദ നിലയത്തിൽ ഇനി പോവില്ല. ഒരു ചെറിയ ജോലി കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി എത്ര ബുദ്ധിമുട്ടിയാലും അമ്മ ഈ മോതിരം എന്നോട് ചോദിക്കരുത്. ഇത് ഞാൻ തരില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ കൊച്ചാക്കിയല്ലേ അവള് സംസാരിച്ചത്. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അതും അവിടെ അച്ഛന്റെ മുമ്പിൽ വെച്ച് വൈസ് ചെയർപേഴ്സണായി മത്സരിക്കുമെന്ന്. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ കരുതി ഈ ധിക്കാരത്തിന് അച്ഛൻ നല്ല മറുപടി കൊടുക്കുമെന്ന. പക്ഷെ നിങ്ങളുടെ അച്ഛന് സ്നേഹം അവളോടാ. കണ്ടില്ലേ അച്ഛൻ അവളെ പ്രോത്സാഹിപ്പിച്ചത്? ആ ദാരിദ്ര്യവാസി ഓഫീസിൽ വന്ന് ശപഥം ചെയ്തിരിക്കുന്നു വൈസ് ചെയർപേഴ്സൺ ആവൂന്ന്. ആരും എനിക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയോ? ഭർത്താവായ നിങ്ങൾ പോലും. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് തന്നെയാണോ? എന്താ അക്കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? അവളെ കമ്പനിയിൽ നിന്ന് ഇത്ര അഹങ്കാരം കാണിച്ചിട്ട് ആർക്കും വായിൽ നാക്കില്ലായിരുന്നു. അഹങ്കാരം ശ്യാമയ്ക്കല്ല, നിനക്കാ. നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ നീ വൈസ് ചെയർപേഴ്സൺ ആയി. അത്തരത്തിലായിരുന്നു നിന്റെ പെരുമാറ്റം. ഇവിടത്തെ 3 മരുമക്കളിലെ മറ്റ് 2 പേരെക്കാളും യോഗ്യത എനിക്ക് തന്നെയാ. ഞാൻ മിസ് കേരളയാ. എന്റെ സൗന്ദര്യം മാത്രം മതി ഒരു കമ്പനിയുടെ ചെയർപേഴ്സൺ ആകാനായിട്ട്. നീ ഏത് മൂഢസ്വർഗത്തിലാ ജീവിക്കുന്നേ? സൗന്ദര്യം മതിയത്രേ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ. എന്റെ ഐശ്വര്യയെ, നീ ഇത്ര വലിയ സൗന്ദര്യവതിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ ഭർത്താവായ ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഭാര്യയായ നീ സൗന്ദര്യവതിയാകുന്നത്. ഈ അഹങ്കാരം നിന്നെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഐശ്വര്യ, ദേ മാരകമായ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ മതി നിന്റെ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോവാൻ. നിങ്ങൾ എനിക്ക് രോഗം വരാൻ വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നതല്ലേ? അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ഭാര്യയുടെ മനസ്സിന് വിശുദ്ധിയും സൗന്ദര്യവും ഉണ്ടാവണമെന്നാ. നീ നിന്റെ മനസ്സിലെ അടങ്ങാത്ത പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയൊക്കെ അഴുക്ക് ആദ്യം ഒന്ന് കഴുകി വെളുപ്പിക്കുക ഐശ്വര്യേ. എന്നിട്ട് നല്ല മനസ്സുള്ള മനുഷ്യരുടെ പ്രവൃത്തികൾ കാണ്. അങ്ങനെ നീ ഒരു നല്ലവളാവാൻ നോക്ക്. ഓ, ഇവിടെ നിങ്ങളുടെ ഏട്ടന്റെയും അനിയന്റെയും ഭാര്യമാരായിരിക്കും നിങ്ങൾക്ക് നല്ലവളുമാര്. അതിലെന്താ ഐശ്വര്യ സംശയം? എന്റെ കാഴ്ചപ്പാടില് എന്റെ ഏട്ടത്തെയും എന്റെ അനിയത്തെയും വളരെ നല്ലവരാ, വളരെ സൽസ്വഭാവികളാ. ഞാൻ മാത്രം നിങ്ങൾക്ക് കൊള്ളില്ല. അതൊരു യാഥാർത്ഥ്യമല്ല ഐശ്വര്യ. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ ജീവിക്കുന്നേ? ഞാനേ ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മയുടെയും മേടയിൽ കോലോത്ത് വസുന്ധരാദേവിയുടെയും മകനായി പോയില്ലേ? സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. അപ്പോ നിങ്ങൾ എന്റെ കൂടെ സഹിച്ച് ജീവിക്കാണല്ലേ? പിന്നല്ലാതെ.
ഈ നാട്ടില് പരസ്പരം പൊരുത്തപ്പെടാനാവാത്ത ഒത്തിരി ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. അവരെല്ലാം സഹിച്ച് ജീവിക്കുക. അതുപോലെ ഞാനും അങ്ങ് സഹിച്ച് ജീവിക്കുന്നു. എൻ്റെ ഏട്ടൻ്റെയും അനിയൻ അഖിലിൻ്റെയും ദാമ്പത്യ ജീവിതങ്ങൾ കാണുമ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നിപ്പോവാറുണ്ട്. നിങ്ങളുടെ ഏട്ടത്തിക്ക് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. ആദ്യ ഐശ്വര്യ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാലേ എല്ലാവർക്കും കുഴപ്പങ്ങളെ കാണൂ. നിന്റെ ഈ കണ്ണുകൾക്ക് കിട്ടിയിരിക്കുന്ന പരിവേഷം പോലും അസൂയാണല്ലോ. ഏട്ടത്തെയും അനിയത്തെയും സ്തുതിച്ചു പറയാൻ നിങ്ങൾക്ക് 1000 നാവാ. ഐശ്വര്യ, ഞാൻ മാത്രമല്ല അവരെ സ്തുതിച്ച് പറയുന്നത്. എല്ലാരും പറയും. അത് അവരുടെ നന്മകൾ കൊണ്ടാ. നിങ്ങളുടെ വിശുദ്ധയായ അമൃതേടത്തിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന കറുത്ത മുഖംമൂടി ഞാൻ എടുത്തങ്ങ് മാറ്റും. നീ അവരെ ഒരു ചുക്കും ചെയ്യില്ല. ഐശ്വര്യ, നീ ആദ്യം നിന്റെ മനസ്സിലേക്കൊന്ന് നോക്ക് ഐശ്വര്യ. എന്നിട്ട് ആ മനസ്സൊന്ന് ശുദ്ധീകരിക്കാൻ നോക്ക്. നിന്റെ ഒരു വിരൽ മറ്റുള്ളവർക്ക് നേരെ നീ ചൂണ്ടുമ്പോ നിന്റെ മറ്റ് 4 വിരലുകളും നീ നിനക്ക് നേരെ ചൂണ്ടിരിക്കുക. അത് നീ മറക്കണ്ട. ഓർത്തോ നീ. എല്ലാവരും കൂടെ കൂട്ടം കൂടിയപ്പ ഐശ്വര്യക്ക് നേരെ അല്ലേ? ഈ ഐശ്വര്യ ആരാണെന്ന് കാണിച്ചു തരാം. ശ്യാമേ, തന്റെ തീരുമാനം എന്തായാലും നന്നായി. എടോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാ കക്ഷി? ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി എന്നൊക്കെയാ മുത്തശ്ശനോട് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ ഭക്തയായ തന്നെ കൊണ്ട് ഒത്തിരി പ്ലാനിങ് ഉണ്ട്. കണ്ടോ, തന്റെ കാര്യത്തില് ഭഗവാൻ ഇടപെട്ടത് കണ്ടോ? ദേ, തന്റെ തീരുമാനം എത്ര പെട്ടെന്നാ കണ്ണം മാറ്റിയത്. താൻ വൈസ് ചെയർപേഴ്സൺ പദവിയിൽ ആ കസേരയിൽ ഇരിക്കുന്നത് എന്റെ ഒരു സ്വപ്നമാണ്. ഐശ്വര്യടുത്തി എന്റെ ഏട്ടനെ അപമാനിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നും അല്ല അത്. പിന്നെ അതിന് സാറിന്റെ ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട്. എന്താ അതിന് പറയാ, ഈ പ്രോത്സാഹനം, പ്രേരണ, അങ്ങനെയൊക്കെ ഇല്ലേ? ഓ, അങ്ങനെ. അതെ, ഈ കുരുക്ഷേത്രത്തിൽ അർജുനൻ തളർന്നു നിന്നപ്പോ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച് അർജുനനെ യുദ്ധത്തിൽ ഇറക്കിയില്ലേ? അതുപോലെയാ എന്റെ അഖിൽ സാറ്. ആ, അത് ശരി. അപ്പോ കൃഷ്ണന്റെ സ്ഥാനമാണോ എനിക്ക്? പിന്നല്ലാതെ. അത് കൊള്ളാലോ. അപ്പൊ ഞാൻ കൃഷ്ണൻ, താൻ സത്യഭാമ. ഇവിടെ ഒന്നാന്തരം ഒരു വൃന്ദാവനം. വൃന്ദാവനമേ ഒരു കുരുക്ഷേത്രമാകും. ക്ഷമ, ക്ഷമ, നിക്കാനല്ലേ പറഞ്ഞേ? ഓടരുത്, വേണ്ട അഖിൽ സാർ, വേണ്ട. ഓടരുത്, 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 ഓടരുതെന്നാ പറഞ്ഞേ. അയ്യോ അമ്മ. സാർ നിക്ക്. ശ്യാമൻ, നിക്ക്. വേണ്ട വേണ്ട. അയ്യോ. സാർ നിക്ക്. മാറി. സാർ വേണ്ട, ഞാൻ വീഴും. ഓടരുത്. അരികിൽ പതിയിട നെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. മഴയേ എൻ കനൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ. അയ്യോ, ഇളയച്ച ശ്യാമാന്റെ ഉമ്മ വയ്ക്കുന്നേ. ഓടിവായോ. അയ്യോ
നിന്റെ അടുത്ത് എല്ലാം നശിപ്പിച്ചു. നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അയ്യോ മോളെ കരയല്ലേ എന്റെ പൊന്നെ, കരയല്ലേ? ഓ ഓ ഓ സാരില്ല ചുമ്മാ പറഞ്ഞല്ലേ. മോളെ കരയില്ലേ? ഇളയച്ചനും ശ്യാമാന്റിയും കൂടി എന്നെ കരയിപ്പിച്ചില്ലേ? ഇവിടെ നടന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയും. അച്ഛാ, പൊന്നു മോളെ, ഇവിടെ വാ. ഇരിക്ക്. ദേ, അലറല്ലേ, സൈറം പോലെ കിടന്ന് കൂവല്ലേ. എന്റെ പൊന്നുമുത്തിന് എന്ത് വേണം, എന്ത് വേണമെങ്കിലും ശ്യാമന്റെ തരാം. എന്തും തരോ? എന്തും തരും, പറ. എന്നാ അനുക്കുട്ടിക്ക് ഒരു പാട്ട് പാടിത്താ. ദൈവമേ സാർ, പാട്ട് പാടിത്തന്നാ ഞാനിത് പുറത്തു പറയില്ല. എടോ, ഒന്ന് പാടിക്കൊടുക്ക ശ്യാമേ, അല്ലെങ്കിൽ ഇവള് മൊത്തം നാറ്റിക്കും. ആ മോളെ, ദേ ഇപ്പൊ പാടിത്തരും കേട്ടോ. എന്റെ ശ്യാമേ, താനൊന്ന് പാട്, പെട്ടെന്ന് ഒന്ന് പാട്. ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ, കാണാക്കുയിൽ പോലെ നീ പാടും ഗാനം, ഇരുളിനു പുലരി മഴ, കണ്ണൻ തന്നൊരമൃതമഴ. ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ, കാണാക്കുയിൽ പോലെ നീ പാടും ഗാനം, ഇരുളിനു പുലരി മഴ, കണ്ണൻ തന്ന നാദമഴ. ശ്യാമാംബരതീരെ വൃന്ദാവനരാഗം പെയ്യുന്നൊരു കാർമുകിലേ. അമ്മ എന്താ അമ്മ? വിസ്മയ വന്നിട്ടുണ്ട് മോളെ. വിസ്മയെ കൊണ്ട് ശ്യാമയൊക്കെയും കൂടി പാട്ട് പാടിക്കുക. വിസ്മയ ഇങ്ങനെ ഇവിടെ വന്ന്? അതുമല്ല, വിസ്മയ എന്തിനാ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നേ? വാ, നമുക്ക് വിളിച്ച് താഴത്തേക്ക് കൊണ്ടുപോവാം. അയ്യോ നിങ്ങളിവിടെ നിൽക്കേ. അഖി, അഖി, ഡോറൊന്ന് തുറക്ക്. എവിടെ വിസ്മയ? എവിടെ? ഏത് വിസ്മയ? ഏത് വിസ്മയോ? അരുന്ധതിയുടെ മകള് വിസ്മയ, പാട്ടുകാരി. അവൾ ഇതിനകത്തിരുന്ന് പാടിയത് ഞങ്ങള് കേട്ടല്ലോ. ഹോ, എന്താ ഒരു ഒഴുക്ക്, എന്താ ഒരു രാഗം. എവിടെ ആ കുട്ടി? എവിടെ? ഇവിടെ വിസ്മയൊന്നുമില്ല. ആ, മനസ്സിലായി. അമ്മേ, സംഗതി എന്താണെന്നോ? അന്നത്തെ സംഭവം ഉണ്ടായില്ലേ, അതിനുശേഷം ഇവര് തമ്മിൽ ഒന്നിച്ചു. ഇനി നമ്മളോട് സംസാരിക്കണ്ടെന്നും പറഞ്ഞു കാണും. നമ്മളെ അവളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാ. ഏതായാലും വിസ്മയ വിളിക്കും. വിസ്മയ, വിസ്മയ. മോളെ, മോളെന്ന് ഇറങ്ങി വന്നേ, അപ്പച്ചി ഒന്ന് കാണട്ടെ. ഞാൻ വിസ്മയ ഫാനാ. വിസ്മയ, ഇങ്ങ് വന്നേ. ആ, എന്താ ഇത്? പറഞ്ഞില്ലേ അമ്മേ, വിസ്മയ അല്ല പാടിയത്. വിസ്മയ അല്ലെങ്കിൽ പിന്നെ ആരാ പാടിയേ? അതെ, അകത്ത് പാട്ട്. ആ, ദേ കണ്ടോ 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 അമ്മേ, അപ്പച്ചി ദേ അവൻ അനുക്കുട്ടിയുടെ വായി പൊത്തിപ്പിടിച്ചത് കണ്ടോ? ആ, അത് കൊള്ളാലോ. ഐശ്വര്യ അടുത്തിടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം. അമ്മേ, ഐശ്വര്യടുത്തി, വിസ്മയുടെ പാട്ട് ഞാൻ മൊബൈലിൽ പ്ലേ ചെയ്ത് കേൾക്കായിരുന്നു. റെക്കോർഡ് ചെയ്തത് കേട്ടതാണെങ്കിലേ മ്യൂസിക് ഇല്ലാതെ എങ്ങനെയാ പാട്ട് മാത്രം വന്നത്? ഇത് വിസ്മയ റിഹേഴ്സൽ പാടിയതാ, അപ്പൊ റെക്കോർഡ് ചെയ്തതാ. എന്നാ അതൊന്ന് കേൾപ്പിച്ചേ. ഓ, അപ്പൊ അമ്മയ്ക്ക് ഞാനും ശ്യാമയും പറയുന്ന വിശ്വാസമില്ല അല്ലേ? ദേ, അമ്മയുടെ ഏറ്റവും ഇളയ മോൻ ഞാനാ. അമ്മ എന്നെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അഭിമാനത്തോടെ പറയുന്ന വാചകം. അഖിമോൻ ഒരിക്കലും കള്ളം പറയില്ലാന്ന്. ആ അഖിമോനെ അമ്മയ്ക്കിപ്പോ വിശ്വാസം ഇല്ല അല്ലേ?